അതൊരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി തടിക്കുന്നില്ലെന്ന് ആരും കംപ്ലൈൻറ്റ് പറയരുത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു മാസ്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലൊരു സാധനം വന്നിട്ടുണ്ട്. ഒരു വേ പ്രോട്ടീനാണ്. ഈ വേ പ്രോട്ടീൻ ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്കൊരു വേ പ്രോട്ടീൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് ഗെയിനർ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് മുൻപ് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് മാസ് ഗെയിനർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചെയ്തൊരു മാസ് ഗെയിനർ വീഡിയോ പോലെ അല്ല, കാരണം നമ്മൾ ഇതിനു മുൻപ് ചെയ്ത പ്രോട്ടീൻ എല്ലാം അതൊരു ചോക്ലേറ്റ് ഫ്ലേവേഴ്സ് ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പിസ്ത ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒരുപാട് വീഡിയോകൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിനെ പറ്റി ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് വീഡിയോ മാത്രമേ ഒരു വെയിറ്റ് എങ്ങനെ ഗെയിൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ചെയ്തിട്ടുള്ളൂ. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവർക്കും ഒരുപാട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറയുന്നൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള മാസ് ഗെയിനേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ കലോറി അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് തടിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പം കഴിക്കാനുള്ള എളുപ്പത്തിലാണ് നമ്മൾ ഈ മാസ് ഗെയിനർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ മാസ് ഗെയിനർ തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ മാസ് ഗെയിനർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളിൽ എന്തെല്ലാം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്, അതിൽ എത്ര കലോറി അടങ്ങിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ മാസ് ഗെയിനർ തയ്യാറാക്കാം. ഒരു മാസ് ഗെയിനർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുക്കുന്ന സാധനം അത് ഓട്സ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ 50 ഗ്രാം ഓട്സ് ആണ്. ഈ ഒരു 50 ഗ്രാം ഓട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം 195 കലോറി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 33 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഫാറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അത് 3.5 ഗ്രാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ 8.4 ഗ്രാമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ ഒരു 50 ഗ്രാം ഓട്സ് ഇതുപോലെ ഒരു ജാറിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു ഓട്സ് ഈ ജാറിലേക്ക് ഇട്ടാണ്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്നത് 2 മീഡിയം സൈസ് ബനാനയാണ്. നമുക്കറിയാം ഈ ബനാനയും ഒരു മാസ്കിനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ്. നമ്മളിവിടെ എടുത്തത് 2 മീഡിയം സൈസാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 210 കലോറി വരുന്നുണ്ട്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ 33 ഗ്രാമാണ് വരുന്നത്. ഇതിൽ പ്രോട്ടീൻ ആകെ 4 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഫാറ്റും കുറവാണ്. ഫാറ്റ് ആകെ വരുന്നത് 1 ഗ്രാം മാത്രമാണ്. നമുക്ക് ഈ ഒരു ബനാനയും ഈ ഒരു ജാറിലേക്ക് ഇടാം. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ റോസ്റ്റഡ് പീനട്സ് ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് പീനട്ട് ബട്ടർ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും പീനട്ട് ബട്ടർ അല്ല എടുത്തത്, ഇവിടെ റോസ്റ്റഡ് ആയിട്ടുള്ള പീനട്സ് ആണ്. ഇത് നമ്മൾ ഒരു കപ്പാണ് എടുത്തത്. ഏകദേശം 28 ഗ്രാം വരും. ഈ 28 ഗ്രാമിൽ 167 കലോറിയാണ് വരുന്നത്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് വരുന്നത് 6 ഗ്രാമാണ്. ഇതിൽ ഫാറ്റ് കുറച്ച് അധികം ഉണ്ടാവും. 13 ഗ്രാം ഫാറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ വരുന്നത് 6 ഗ്രാമാണ്. നമുക്ക് ഇതും ഈ ഒരു ജാറിലേക്ക് മാറ്റാം. ഇനിയാണ് നമ്മളുടെ മെയിൻ സാധനം വരുന്നത് കേട്ടോ. നമ്മളിതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് വേ പ്രോട്ടീൻ ആണ്. 2 സ്കൂപ്പ് വേ പ്രോട്ടീനാണ് എടുത്തിട്ടുള്ളത്. ഇത് വരുന്നത് പിസ്ത ഫ്ലേവറാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകുന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, 2 സ്കൂപ്പ് വേ പ്രോട്ടീനാണ് എടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസ് ഗെയിനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അസിറ്റിസ് എന്ന ബ്രാൻഡിൻ്റെ ആറ്റം പെർഫോമൻസ് വേ പ്രോട്ടീൻ ആണ്. ഇത് വരുന്നത് പിസ്ത ഫ്ലേവറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പിസ്ത ഫ്ലേവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുള്ളത് 1 കിലോയുടെ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഒരു സ്കൂപ്പിൽ വരുന്നത് 20 ഗ്രാം പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ 12 ഗ്രാം കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്. 4.2 ഗ്രാം BCAA വരുന്നുണ്ട്. അതുപോലെ തന്നെ 9 ഗ്രാം എസെൻഷ്യൽ അമിനോ ആസിഡ് വരുന്നുണ്ട്. കൂടാതെ ഇതിൽ മസിൽ ബൂസ്റ്റർ ബ്ലെൻഡും വരുന്നുണ്ട്. ഇതിൽ വരുന്ന ട്രിബുലസ് ടെറസ്ട്രിസ് എക്സ്ട്രാക്ട് നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലീൻ മസിൽ മാസ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള മക്യൂന പ്യൂരിൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൈക്കോജൻ സ്റ്റോറുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഗ്ലൈക്കോജൻ സ്റ്റോറുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ ഗ്ലൈക്കോജൻ കുറയുന്ന ഒരു അവസ്ഥ തടയുകയും നിങ്ങൾക്ക് കൂടുതൽ സമയം എനർജിയോടെ വർക്കൗട്ട് ചെയ്യാനും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നു. ഒളിമ്പിക് സിൽവർ മെഡലിസ്റ്റായ രവികുമാർ ദാഹിയ, അതുപോലെ തന്നെ ഫിലിം ആക്ടർ സോനു സൂദ്, ഇവരുടെ എല്ലാം ഫേവറേറ്റ് വേ പ്രോട്ടീൻ ആണ് ഈ ഒരു അസിറ്റിസിന്റെ ആറ്റം പെർഫോമൻസ് വേ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് GMP സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ലാബ് ടെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് നമ്മൾ എടുക്കുന്നത് 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം 115 കലോറി വരുന്നുണ്ട്. അതുപോലെ തന്നെ 31 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത്. ഇതിൽ ഫാറ്റ് വരുന്നത് 1.5 ഗ്രാമാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ വളരെ കുറച്ചാണ് വരുന്നത്. 1 ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് ഇതിൽ വരുന്നത്. മാസ് ഗെയിനർ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഡേറ്റ്സ് ഉപയോഗിക്കുന്നതിലൂടെ ഒരു മധുരം കിട്ടും. കാരണം നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡേറ്റ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാം, ഒറിജിനൽ ഹണി യൂസ് ചെയ്യാം. നമ്മളേതായാലും ഹണി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ എന്തായാലും ഡേറ്റ്സ് ഇതിലേക്ക് ഇടുകയാണ്. നോക്കാം.
ഇത് നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മിൽക്കാണ്. ഞാനിവിടെ 200 ml മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം 124 കലോറിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ കാർബോഹൈഡ്രേറ്റ് വരുന്നത് 9.3 ഗ്രാമാണ്. ഫാറ്റ് വരുന്നത് 6.7 ഗ്രാം വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ വരുന്നത് 6.6 ഗ്രാമാണ്. നമുക്ക് എന്തായാലും ഈ മിൽക്ക് ഈ ജാറിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മിൽക്ക് എടുക്കുന്ന സമയത്ത് മാക്സിമം തണുത്ത മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഷേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സാധനവും ഈ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്ക് എന്തായാലും ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും നമ്മൾ ജാർ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്കിന ഷേക്ക്. ഞാൻ അടിക്കുന്നതിന് മുൻപ് വിചാരിച്ചതൊരു ഗ്രീൻ കളർ ഉണ്ടാവുന്നതായിരുന്നു, പക്ഷേ ഇതൊരു ഓഫ് വൈറ്റ് ആണ്. എന്തായാലും ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി തടിക്കുന്നില്ലെന്ന് ആരും കംപ്ലൈൻറ്റ് പറയരുത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു മാസ്കിന വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു പ്രോട്ടീൻ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു മാസ്കിന ഷേക്ക് ഉണ്ടാക്കിയിട്ട് അത് കുടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ വിപിൻ, സൈനിങ് ഓഫ്.